السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുവന്യരായ മുസ്ലിം കേരളത്തിൻ്റെ മഹത്തുക്കളായ ആത്മീയ നേതൃത്വത്തിൽ പ്രധാനിയായ ബഹുമാനമുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, വന്യരായ മോയിൻകുട്ടി മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ, ബഹുമാനമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹു ഈ മഹത്തായ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സത്യദീനിനു വേണ്ടി പഠിക്കാനും ഗവേഷണം ചെയ്യാനും ചിന്തിക്കാനും സമൂഹത്തിനെത്തിക്കാനും ഉദ്യമിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു ഒരു സാലിഹായ അമലായി അംഗീകരിക്കുമാറാകട്ടെ. അള്ളാഹു അത് മനസ്സിലാക്കാൻ എത്തിച്ചേർന്ന എല്ലാവരുടെയും സേവനം മായ്ക്കപ്പെടാത്ത റിക്കാർഡിലെ ഒരു ഹസനാത്തായി അംഗീകരിക്കട്ടെ. അള്ളാഹു ഈ പരിശുദ്ധമായ സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചേരാൻ കാരണക്കാരായ ബഹുമാനമുള്ള മുൻകാല ഇമാമിങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, നമുക്ക് പ്രസ്ഥാനം ദിശാബോധവും നൽകിയ മഹാനായ വരക്കൽ ബാഅലവി മുല്ലക്കോയറ്റങ്ങൾ തുടങ്ങി ഒന്നിരായ ഷേഖുന റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബഹുമാനമുള്ള ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖത്തങ്ങൾ, ഒന്നിരായ PMSA പൂക്കോയറ്റങ്ങൾ തുടങ്ങി നമുക്ക് മാർഗദർശനം നൽകിയ എല്ലാ മുൻഗാമികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അവന്റെ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളെ, സകാത്ത് എന്നതാണ് വിഷയം. സകാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിക്കാത്ത ഒരു സമൂഹവും ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ ബയ്യിനയുടെ 5-ാമത്തെ വചനം അല്ലാഹു പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറൂ, ഒരു ജനതയോടും കൽപ്പിക്കപ്പെട്ടിട്ടില്ല, വേദങ്ങൾ നൽകപ്പെട്ട ഒരു സമൂഹത്തോടും കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. 4 കാര്യങ്ങളാണ് പ്രധാനമായും കൽപ്പിച്ചിരുന്നത്. 1 ഇഖ്ലാസ്, ആരാധനാ കാര്യങ്ങളിലുള്ള ഇഖ്ലാസ്. 2 ഹുനഫാ, ശുദ്ധമായ ജീവിതം. 3 യുഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തൽ. 4 വയുഅ്തുസ് സകാ, സകാത്തിന്റെ അവകാശികൾക്ക് അത് എത്തിച്ചു കൊടുക്കൽ. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് എല്ലാ കാലഘട്ടത്തിലും നിലനിന്ന ശാശ്വതമായ മതം എന്ന് ഈ 4 കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് സൂറത്തുൽ ബയ്യിനയുടെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇസ്രായേലികളോട് അള്ളാഹു കൽപ്പിച്ചതായി അൽ ബഖറയുടെ 83-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം, വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന
വദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വഖൂലു ലിന്നാസി ഹുസ്ന വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ. ഇസ്രായേലികളോട് നാം നൽകിയ നിഷ്കർഷത നിങ്ങൾ ചിന്തിക്കണമെന്ന് ഖുർആൻ പറയും. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് പരമാവധി കരുണ ചെയ്യുക, നല്ല രൂപത്തിൽ വർത്തിക്കുക. വദിൽ ഖുർബ, അടുത്ത കുടുംബത്തോട്, യതീമുകളോടും മിസ്കീന്മാരോടും അവരോട് അർഹതയനുസരിച്ച് അവർക്ക് നൽകുക. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല രൂപത്തിൽ സംസാരിക്കുക. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ. അപ്പോൾ ഇസ്രായേലി കുടുംബങ്ങളോട് മുഴുവനും അള്ളാഹു ഈ ശക്തമായ നിഷ്കർഷത, ഈ ശക്തമായ താക്കീത് നൽകിയിരുന്നു എന്ന് അള്ളാഹു തആല അൽ ബഖറയുടെ വിശദമായി പറഞ്ഞുകൊണ്ട് വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ, നിസ്കാരം നിങ്ങൾ നിർവഹിക്കുകയും വആതുസ് സകാ, സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുക എന്ന് നിഷ്കർഷമായ അതിന്റെ താല്പര്യം തന്നെ, അള്ളാഹുവിന്റെ നിബന്ധന തന്നെ അൽ ബഖറയുടെ 83-ാമത്തെ വചനത്തിൽ കാണാം. നോക്കൂ, ബഹുമാനപ്പെട്ട ഒന്നാമത്തെ വേദം നൽകിയ തൗറാത്തിന്റെ അനുയായിയായിരുന്നു, ആ കാലഘട്ടക്കാരനായിരുന്നു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സകാത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് അവനെ ഭൂമിയിലാഴ്ത്തിയത് എന്ന് സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറയുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. إن قارون كان من قوم موسى. മൂസ നബിയുടെ ജനതയിൽ ഒരാളായിരുന്നു ഖാറൂൻ. ഫബഗാ അലൈഹിം, വളരെ അനാവശ്യം അക്രമങ്ങളും അയാൾ തൊടുത്തുവിട്ടു. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. ഒരു വമ്പിച്ച സൈന്യത്തിനെ വഹിക്കാൻ മാത്രമുള്ള താക്കോൽ കൂട്ടം അയാൾക്കുണ്ടായിരുന്നു. അയാളുടെ നിധികളും നിക്ഷേപങ്ങളും അയാളുടെ ധനത്തെക്കുറിച്ചാണ് പറയുന്നത്. മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ എന്ന ഒരു വലിയ സൗന്യത്തിന്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തുബ്രി റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ ഇദ്രിസി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ തഫ്സീർ ബഹറുൽ മുഹീത്തിലും രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങൾ അബുൽ ഫിദാ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അടക്കം വിശദീകരിച്ചതായി കാണാം. 60-ൽ ചില്ലാനം ഒട്ടകങ്ങൾ അയാളുടെ താക്കോൽ കൂട്ടം വഹിക്കാൻ വേണ്ടി മാത്രം നടന്നിരുന്നു. അത്ര വലിയ ധനവാനായിരുന്നു അയാൾ. അയാളോട് അല്ലാഹു കൽപ്പിച്ചതാണ് ഇങ്ങനെ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് നൽകിയ ധനം കൊണ്ട് നീ എങ്ങനെയെങ്കിലും ആഖിറം നേടാൻ ശ്രമിക്കണം. എന്നാൽ വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് നിനക്കെടുക്കാവുന്ന അളവ് നീ മറക്കുകയും വേണ്ട. നിനക്കെടുക്കാം, നിനക്ക് ഭക്ഷണം കഴിക്കാം, നിനക്ക് സുഖത്തിലും സൗകര്യത്തിലും, നീ ഒരു വലിയ ചക്രവർത്തിയല്ലേ, ഒരു വലിയ ധനാഢ്യനല്ലേ എന്ന നിനക്ക് സാധാരണക്കാരും വലിയ ചില സൗകര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി വരും, അതൊക്കെ നിനക്ക് അനുഭവിക്കാം. പക്ഷേ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, സകാത്തിലേക്കാണ് ഈ പറയുന്ന സൂചന. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അള്ളാഹു നിനക്ക് ചെയ്തു തന്നതുപോലെ നീ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി എന്ന ഖാറൂൻ പ്രഭുവോട് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. എന്നാൽ എക്കാലഘട്ടത്തിലെയും സകാത്ത് നിഷേധികളെ പോലെ തന്നെയാണ് ഇയാളും സംസാരിച്ചത്. അയാൾ പറഞ്ഞു, എനിക്ക് അള്ളാഹു നൽകിയതൊന്നും അല്ല. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ അൻദി, എന്റെ ഷതാറത്ത് കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, അള്ളാഹു നൽകിയതല്ല. അള്ളാഹു എന്ന വാക്ക് പോലും അയാൾ ഉച്ചരിച്ചതായി അവിടെ പറയുന്നില്ല. ഖാല ഇന്നമാ ഊതീതുഹു, അതെനിക്ക് വരപ്പെട്ടത്, എന്നിലേക്ക് എത്തപ്പെട്ടത് അലാ ഇൽമിൻ അൻദി, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ ഷതാറത്ത് കൊണ്ടാണ്, എന്റെ യോഗ്യത കൊണ്ടാണ്. അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ സകാത്തിനെ ധിക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്തു. അയാൾ സകാത്ത് കൊടുത്തില്ല എന്ന കാരണത്താൽ വിശദമായി പറഞ്ഞുകൊണ്ട് അതിന്റെ താഴെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, ഫഖസഫ്നാ ബിഹി, അവനെയും വബിദാരിഹി, അവന്റെ കൊട്ടാരക്കെട്ടിനെയും ഒന്നടങ്കമും അൽ അർള, ഭൂമിയിൽ ആഴ്ത്തി എന്ന്. അഥവാ സകാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ
فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم എന്ന് വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഖസസ് 76, 77, 78, 79, 80 വചനങ്ങളിലായി വിശദമായി ഖാറൂനോട് സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കുകയും ഖാറൂൻ സക്കാത്ത് കൊടുക്കാതെ തന്റെ ആഡംബരങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളിലൂടെ ഇറങ്ങി നടക്കുകയും അയാൾ ജനങ്ങൾക്കൊന്നും കൊടുത്തില്ല എന്നല്ല, ഖാറൂന് കൊടുത്തതിൽ ഞങ്ങൾക്കും എന്തെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു. യാ ലൈതലന മിസ്ലമ ഊതിയ ഖാറൂൻ, ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നവരാഗ്രഹിച്ചിരുന്നു. എന്നാൽ അയാൾ കൊടുത്തില്ല എന്ന കാരണത്താൽ ഫഖസഫ്നാ ബിഹി, സകാത്ത് കൊടുക്കാത്ത ആ പഹയനെ ഫഖസഫ്നാ ബിഹി, അവനെയും വബിദാരിഹി, അവന്റെ കൊട്ടാരത്തെയും അൽ അർള, ഭൂമിയിൽ അല്ലാഹു തആല ആഴ്ത്തി എന്ന് സൂറത്തുൽ ഖസസിൽ 76-ാമത്തെ വചനം മുതൽ 80 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് സക്കാത്ത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ വേദങ്ങളുടെ കാലഘട്ടത്തിലും അള്ളാഹു ഇത് നൽകി എന്ന് മാത്രമല്ല, അള്ളാഹു ഇത് ചെയ്യാത്തവനെ, ഇത് നൽകാത്തവനെ ഭൂമിയിൽ അടിച്ചാഴ്ത്തുകയും ചെയ്തു. എക്കാലത്തെയും മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രതീകാത്മകമായ ഒരു ശിക്ഷയായിട്ടാണ് അള്ളാഹു ഇതിനെ ഏർപ്പെടുത്തിയത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സക്കാത്തും നിസ്കാരവും ഏകദേശം പരിശുദ്ധ സത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ്. സക്കാത്ത് സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ്. അത് ഒടുക്കം സ്രഷ്ടാവിലേക്ക് എത്തിച്ചേരുമെങ്കിലും ശ്രദ്ധിക്കുക, നിസ്കാരം എന്നാൽ അത് സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ സ്രഷ്ടാവിനോട് മാത്രം ബന്ധപ്പെട്ടാൽ പോരല്ലോ. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാട്ടിയാലേ ആകാശത്തുള്ളവൻ കരുണ കാട്ടൂ എന്ന് വിശുദ്ധ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്നാൽ നന്ദിയുടെ പ്രസ്ഥാനമാണ്. ആരോടാണ് നന്ദി? എല്ലാവരോടും. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ, സൂറത്തുൽ ദഹ്റിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഇന്നാ ഹദൈനാഹു സബീല, നാം ഉന്നതമായ ഒരു മാർഗം മനുഷ്യന് കാട്ടി. ഒന്നിരിക്കൽ അത് മനുഷ്യന് നൽകിയ മാർഗം, അവന്റെ ഉന്നതമായ മാർഗം ഇമ്മാ ഷാകിറൻ, നന്ദിയുടെ മാർഗമാണ് എന്ന. അതാണ് ഏറ്റവും നല്ല മാർഗം, നന്ദിയുടെ മാർഗമാണ്. ആരോടാണ് നന്ദി? തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട്, പിന്നീട് ആ സൃഷ്ടാവിനോടുള്ള ബന്ധത്തെ നിലനിർത്താൻ വേണ്ടി സൃഷ്ടിയോട്. ഈ 2 കാര്യത്തിൽ അധിഷ്ഠിതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. 1 സൃഷ്ടാവിനോടുള്ള ബന്ധവും, 2 സൃഷ്ടിയോടുള്ള ബന്ധവും. ഈ 2 കാര്യങ്ങളിൽ, അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും പരിശുദ്ധ ദീന് നിസ്കാരത്തെയും സക്കാത്തിനെയും മാത്രം പറഞ്ഞു പോകുന്നത്. കാരണം ഇത് 2ഉം, സൃഷ്ടാവിനോടുള്ള ഒരു കാര്യത്തിലെ ബന്ധം പുലർത്തിയവൻ മറ്റു കാര്യങ്ങളിലൊക്കെ ബന്ധം പുലർത്താൻ തയ്യാറാകും. സക്കാത്തിന്റെ കാര്യവും അങ്ങനെയാണ്. സൃഷ്ടിയോട് സക്കാത്ത് കൊടുക്കാൻ തയ്യാറായ ബന്ധം പുലർത്തിയ ഒരാൾ മറ്റൊരു കാര്യങ്ങളിൽ സൃഷ്ടിയോട് അനുകമ്പ കാണിക്കാതിരിക്കില്ല. ഈ ബന്ധം നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ നിലനിൽക്കുന്നതായി കാണാം. വിശുദ്ധ ഖുർആനിൽ 27 സ്ഥലങ്ങളിൽ നിസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. 27 സ്ഥലങ്ങളിൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 27 സ്ഥലങ്ങളിൽ നിസ്കാരത്തിനെയും സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും വളരെ ഗൗരവത്തോടുകൂടെ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സക്കാത്ത് എന്നാൽ അതിന്റെ അർത്ഥം വളർച്ച, ശുദ്ധി എന്ന 2 അർത്ഥത്തിലും അത് ഉപയോഗിക്കുന്നുണ്ട്. 2 അർത്ഥമുണ്ട്. വളർച്ച എന്ന അർത്ഥത്തിലും സക്കാത്തിനെ പറയാറുണ്ട്, ശുദ്ധി എന്ന അർത്ഥത്തിലും സക്കാത്തിനെ പറയാറുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്തുർ റൂമിന്റെ 39-ാമത്തെ വചനം അല്ലാഹു പറയും, വമാ ഊതീതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. വമാ ഊതീതും മിൻ സകാത്തിൻ, നിങ്ങൾ കൊടുക്കുന്ന ഓരോ സക്കാത്തും, തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് നിങ്ങൾ അത് കൊടുക്കുന്നതെങ്കിൽ, ഫഉലൈക, അങ്ങനെ കൊടുത്തവർ, ഹുമുൽ മുദ്ഇഫൂന, അവർ ഇരട്ടിപ്പിക്കുന്നവരാണ്. അഥവാ അവരുടെ ധനത്തിന്റെ ഇരട്ടി ഇവിടെയും ഉണ്ടാകും, എത്ര ഇരട്ടി പരലോകത്തും ലഭിക്കും. ഉലൈക ഹുമുൽ മുദ്ഇഫൂന. ഇൽആഫ് എന്നാ പറഞ്ഞു. ഇൽആഫ് എന്നാൽ അർത്ഥം ഇരട്ടിപ്പിക്കുക എന്ന. വളരെ മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. അള്ളാഹു പറയുന്നു, ഞാൻ 2 അർത്ഥമാണ് പറഞ്ഞത്. സക്കാത്തിന് 2 അർത്ഥമുണ്ട്. 1 വളർത്തുക, 2 ശുദ്ധീകരിക്കുക. 2 അർത്ഥവും സക്കാത്തിനുണ്ട്. ഇവിടെ ഈ പറയുന്ന വ്യാഖ്യാനം
വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വമാ ഊതീതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുൽഇഫൂൻ. അവർ ഇരട്ടിപ്പിക്കുന്നവരാണ്, അഥവാ അവർ ധനത്തിന്റെ ഇരട്ടി ഇവിടെയും ലഭിക്കും, പരലോകത്ത് ഇരട്ടിയായ പ്രതിഫലവും ലഭിക്കും. അള്ളാഹു നമുക്ക് നൽകട്ടെ. സൂറത്തുർ റൂമിന്റെ 39-ാമത്തെ വചനം, സൂറത്തുൽ അഅറാഫിന്റെ 156-ാമത്തെ വചനം ഇങ്ങനെ കാണാം. വറഹ്മതി വസിഅത് കുല്ല ശൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന അസ്സകാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ. ലോണം ചിന്തിക്കേണ്ട ഒരു ആയത്താ. എന്റെ റഹ്മത്ത് എല്ലാ കാര്യങ്ങളെയും മൂടി നിൽക്കുന്നതാണ്. എന്നാൽ ഫസഅക്തുബുഹ, ഞാനത് പ്രത്യേകം രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂന, മുത്തഖീങ്ങളായ ആളുകൾക്കും, വയുതൂന അസ്സകാത്ത, സകാത്ത് കൊടുക്കുന്ന ആളുകൾക്കും. രണ്ട് വിഭാഗം ആളുകൾ, അഥവാ ഒരു വിഭാഗം തന്നെയാണ് ഒരു നിലക്ക് രണ്ട് വിഭാഗം. ധനമുണ്ടെങ്കിൽ മിക്കവാറും ആ രണ്ട് കാര്യവും ഒരു വിഭാഗത്തിൽ അധിഷ്ഠിതമാണ്. യത്തഖൂന ലില്ലദീന യത്തഖൂന, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരും, വയുതൂന സകാത്ത, സകാത്ത് കൊടുക്കുന്നവരുമായ ആളുകൾക്ക് ഫസഅക്തുബുഹ, ഞാൻ പ്രത്യേകമായി ഇതിന്റെ റഹ്മത്ത് എഴുതി വെക്കും. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, എന്റെ റഹ്മത്ത് എല്ലാ കാര്യങ്ങളെയും മൂടി നിൽക്കുന്നതാണ്, വിശാലമാകുന്നതാണ്, എന്തിനോടും വ്യാപിക്കുന്നതാണ്. ഫസഅക്തുബുഹ, ആ റഹ്മത്തിനെ ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതാണ്. ലില്ലദീന യത്തഖൂന വയുതൂന സകാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ എന്ന് ശുദ്ധിയുമാണ്. എന്തുകൊണ്ട്? ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും എന്ന് സൂറത്തു തൗബയുടെ 103-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവരോട് സകാത്ത് കൊടുക്കാൻ കൽപ്പിക്കുക. ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് പിടിച്ചു വാങ്ങുക. തുതഹിറുഹും, ആ സക്കാത്ത് കാരണമായി അങ്ങ് അവരെ ശുദ്ധീകരിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയാറുണ്ട്. ഒന്ന് വളർച്ച, രണ്ട് ശുദ്ധി. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീർ ഖുർത്തുബിയിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് വിശദമായ ഒരു പഠനം, വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം പറയുന്നുണ്ട്. സക്കാത്തിനെ വിശുദ്ധ ഖുർആനിൽ സ്വദഖ എന്നാണ് പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ എന്ന, സ്വദഖ എന്നാ പറയുന്നത്. സ്വദഖ എന്ന വാക്ക് മൗഖൂദും മിനസ് സിദ്ഖി, മൗഖൂദും മിനസ് സിദ്ഖി, സത്യം എന്ന വാക്കിൽ നിന്നാണ് സ്വദഖ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. സിദ്ഖ്, സത്യം എന്ന വാക്കിൽ നിന്നാണ് സ്വദഖ എന്ന ദാനം എന്ന വാക്കുണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇത് ഹിയ ദലീലുൻ അലാ സിഹ്ഹതി ഈമാനിഹി, ഇത് ഹിയ ദലീലുൻ അലാ സിഹ്ഹതി ഈമാനിഹി, ഈ സദഖ കൊടുക്കുക, സകാത്ത് കൊടുക്കുക എന്ന കാര്യം ദലീലുൻ, ദലീലാണ്, അലാ സിഹ്ഹതി ഈമാനിഹി, അവന്റെ ഈമാൻ പൂർണ്ണമാണ്, ശരിയാണ് എന്ന്. കാരണം ഈമാൻ ഉള്ളിലില്ല എങ്കിൽ ഒരിക്കലും തന്റെ ധനം കൊടുക്കാൻ അവന് കഴിയില്ല. കാരണം ഏതൊരാൾക്കും ധനത്തോടുള്ള സ്വാഭാവികമായ ആർത്തി ഉണ്ടാകുമല്ലോ. അപ്പൊ ഈ ധനം കൊടുക്കുന്നത് കണ്ടാൽ, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ഒരാൾ നിർബന്ധിക്കാതെ തന്നെ ആ കാര്യം നിർവഹിക്കാൻ തയ്യാറാകുന്നത് കണ്ടാൽ മനസ്സിലാക്കാം, ഇത് ഹിയ ദലീലുൻ അലാ സിഹ്ഹതി ഈമാനിഹി വസ്ദിഖി ബാതിനിഹി, വസ്ദിഖി ബാതിനിഹി, അവന്റെ ഉള്ള് വളരെ സത്യമായ ഉള്ളാണ്, മഅല്ലാഹിരിഹി, അവന്റെ പുറം പോലെ തന്നെ അവന്റെ ഉള്ളിലും ഈമാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് സിദ്ഖ് എന്ന വാക്കിൽ നിന്നാണ് സ്വദഖ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ആ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇത് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ജാമി അഹ്കാമിൽ ഖുർആനിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും ബിഹാ എന്ന പോലെയുള്ള ആയത്തുകൾ വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയുന്നുണ്ട്. ഇസ്ലാമിൽ സക്കാത്തിന് രണ്ട് തലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കിയായ സക്കാത്തും മദനിയായ സക്കാത്തും രണ്ടാണ്. ഇങ്ങനെ രണ്ട് ചർച്ചകൾ ഏകദേശം ഇതേക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ സത്യദീൻ രണ്ട് രൂപത്തിലുള്ള ഒരു വ്യവച്ഛേദനം, രണ്ട് രൂപത്തിലുള്ള ഒരു സാഹചര്യം, രണ്ട് രൂപത്തിലുള്ള ഒരു നിലപാടും കാണിഷ്യവുമാണ് പരിശുദ്ധ സത്യദീൻ മക്ക കാലഘട്ടത്തിലും മദീന കാലഘട്ടത്തിന്റെ ഒരൽപഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങളിലുമൊക്കെ ഇസ്ലാം പുലർത്തിയത് എന്ന് സക്കാത്തിനെ കുറിച്ചുള്ള പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ആദ്യ കാലഘട്ടത്തിൽ സക്കാത്ത് എന്നതുകൊണ്ട്, അഥവാ മക്കിയായ കാലഘട്ടത്തിൽ, എന്തുകൊണ്ട് കൽപ്പിച്ചാൽ മാത്രം പോരല്ലോ, ചെയ്യാൻ ചെയ്യാത്ത ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള രാഷ്ട്രാധികാരം വരെ ഉണ്ടാകാത്ത ഒരു കാലഘട്ടമായിരുന്നുവല്ലോ മക്ക ജീവിത കാലഘട്ടം. അതുകൊണ്ട് മക്ക ജീവിത കാലഘട്ടത്തിൽ കൽപ്പിച്ചു എങ്കിൽ തന്നെ വ്യവസ്ഥാപിതമായ ഒരു കൽപ്പന ഈ കാര്യത്തിൽ നടത്തിയിരുന്നില്ല.
അത് ഒരു ഐച്ഛികമായ കൊടുക്കുന്ന അളവിൽ ഐച്ഛികമായ താല്പര്യത്തിന് വിട്ടുകൊടുത്തു. ഓരോരുത്തരുടെ ഇത്ര അളവ് എന്ന് മക്ക ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ സക്കാത്തുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. സൂറത്തുൽ അൻആമിന്റെ 141-ാമത്തെ വചനം. പ്രധാന അഭിപ്രായ പ്രകാരം സൂറത്തുൽ അൻആം മൊത്തം മക്കിയത്താണ്. വളരെ ചിന്തിക്കണം. സൂറത്തുൽ അൻആം മൊത്തം മക്കിയത്താണ് പ്രധാന അഭിപ്രായ പ്രകാരം. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളിൽ ഏറിയ കൂറും ആ വീക്ഷണക്കാരാണ്. ഈ സൂറത്തുൽ അൻആമിന്റെ 141-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത് വഗൈറ മഅറൂശാത് വന്നഖ്ല വസ്സർഅ മുഖ്തലിഫൻ ഉക്ലുഹു വസ്സൈതൂന വറുമ്മാന മുതശാബിഹൻ വഗൈറ മുതശാബിഹ് كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. ചിന്തിക്കുക. അന്നത്തെ സക്കാത്ത് ശൈലി ഏകദേശം മക്കിയായ കാലഘട്ടത്തിന്റെ സക്കാത്തിന്റെ ശൈലി ഏകദേശം ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അടിസ്ഥാനപരമായി നോമ്പ്, ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങളൊക്കെ അടിസ്ഥാനപരമായി വന്നത് തന്നെ മദീനയിലാണ്. എന്നാൽ മദീനയിൽ എത്താൻ പോലും ഈ നിയമത്തെ കാത്തു നിർത്തിയിട്ടില്ല. മക്ക ജീവിത കാലഘട്ടത്തിൽ വിഷയങ്ങൾ പരിമിതമായിട്ടേ നടക്കൂ. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട ശറഅ് നമസ്കാരത്തോടുകൂടെ സക്കാത്തിനെ കൊടുത്തിരുന്നു എന്ന് മക്ക ജീവിത കാലഘട്ടത്തിൽ. എന്നാൽ പരിമിതമായ ജീവിത സൗകര്യങ്ങളെ ഉള്ളൂ, ഇസ്ലാമിക സൗകര്യങ്ങളെ ഉള്ളൂ എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് വ്യവസ്ഥാപിതമായ കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും അളവുകളോ തൂക്കങ്ങളോ പറയാതിരുന്നത്. എങ്കിൽ പോലും വളരെ വ്യക്തമായി തന്നെ മക്ക ജീവിത കാലഘട്ടത്തിലും ശറഅ് ഇത് നിഷ്കർഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? മക്കിയായ ആയത്താണ്. അള്ളാഹു പറയുന്നു, അള്ളാഹു അല്ലദീ ഒരുത്തനാണ് അൻശാ ജന്നാത്തിൻ മഅറൂശാത്ത്, പന്തലിൽ പടർന്നു നിൽക്കുന്നതായ മനോഹരമായ തോട്ടങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകി. മുന്തിരിയെ പോലെയുള്ള അനവധി തോട്ടങ്ങൾ നിങ്ങൾക്ക് നൽകി. വഗൈറ മഅറൂശാത്തിൻ, പന്തലിൽ പടർത്തുന്ന അല്ലാത്ത മറ്റുള്ള തോട്ടങ്ങളെയും അള്ളാഹു നിങ്ങൾക്ക് നൽകി. മാത്രമല്ല ഈത്തപ്പനയെ അള്ളാഹു നിങ്ങൾക്ക് നൽകി. മറ്റുള്ള ധാന്യവർഗ്ഗങ്ങൾ, നെല്ല്, ചോളം, ഗോതമ്പ് പോലെയുള്ള യവം പോലെയുള്ള ധാന്യവർഗ്ഗങ്ങളെയും നൽകി. മുഖ്തലിഫൻ ഊക്കുലു, ഭക്ഷണം കഴിക്കുന്നത് വിവിധങ്ങളായ രസച്ചേർച്ചയുള്ള വിവിധങ്ങളായ ധാന്യങ്ങളെയും സൗകര്യങ്ങളെയും അള്ളാഹു നൽകി. വസ്സൈതൂന, ഒലിവിനെ നൽകി. റുമ്മാനെ നൽകി. മുതശാബിഹൻ വഗൈറ മുതശാബിഹിൻ, ചില കാര്യങ്ങളിലൊക്കെ അവർ പരസ്പരം സാദൃശ്യമുണ്ട്. വഗൈറ മുതശാബിഹിൻ, പല കാര്യത്തിലും അവ തമ്മിൽ സാദൃശ്യമില്ല. ഇങ്ങനെ ജീവിതായോധനത്തിന് അനിവാര്യമായ സൗകര്യങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകി. കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ, അത് കഴിച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചുകൊള്ളുക. എന്നാൽ കഴിച്ചാൽ പോരാ, ശ്രദ്ധിക്കുക. വആതു ഹഖഹു യൗമ ഹസാദിഹി, വിളവെടുപ്പിന്റെ നാളിൽ അതിന്റെ ഹക്ക് കൊടുക്കുകയും വേണം. വആതു ഹഖഹു യൗമ ഹസാദിഹി, ഈ ആയത്തിന്റെ പശ്ചാത്തലം, ഈ ആയത്തിന്റെ സാധ്യത, ഈ ആയത്തിന്റെ താല്പര്യം ഇങ്ങനെയായിരുന്നു. അഥവാ മക്ക ജീവിത കാലഘട്ടത്തിലെ സക്കാത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം വിളവെടുപ്പിന്റെ നാൾ പരിസരവാസികളായ മിസ്കിൻമാരെ സന്തോഷിപ്പിക്കുക. നോക്കൂ, മക്ക ജീവിത കാലഘട്ടത്തിലെ സക്കാത്തിന്റെ സ്വഭാവം. ഹസ്വാദി എന്നാൽ വിളവെടുപ്പ്. അപ്പൊ വിളവെടുപ്പിന്റെ നാളിൽ അതിന്റെ അവകാശം അവകാശികൾക്ക് കൊടുക്കുക എന്ന വിധത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ശറഅ് മക്ക ജീവിത കാലഘട്ടത്തിൽ നിഷ്കർഷിച്ചിരുന്നത്. അത് കായ്ച്ചു കഴിഞ്ഞാൽ അതിന്റെ പഴങ്ങൾ നിങ്ങൾ കഴിക്കുക. എന്നിട്ട് അതിന്റെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്നു തന്നെ അളവ് പറയുന്നില്ല. വിളവെടുപ്പിന്റെ നാളിൽ പരിസരത്തുള്ള മിസ്കിന്മാരെ സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് സക്കാത്ത് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇങ്ങനെ വേറെയും അൻആമിന്റെ 141-ാമത്തെ വചനം നോക്കൂ. ഇങ്ങനെ അനവധി ആയത്തുകൾ കാണാം. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ വിശദീകരിച്ച് ഒന്നാം പ്രാമാണിക തഫ്സീറായ ബഹുമാനപ്പെട്ട ഇമാം
ഇബ്നു ജരീർ തുബരി റളിയല്ലാഹു അൻഹു തഫ്സീർ തുബരി രേഖപ്പെടുത്തുകയാണ്. അൻ സാലിമിൻ അൻ സഈദിൻ ഖാല ഹാദാ, ഈ കൽപ്പന ഖബ്ല സകാത്തി, ഇന്ന് നമ്മൾ കാണുന്ന സക്കാത്തിന് മുമ്പുള്ള കൽപ്പനയാണ്. അൻ അത്വാഇൻ ഖാല ഹാദാ ലൈസ ബിസ്സകാത്തി, ഈ കൽപ്പന സക്കാത്ത് അല്ല, വലാകിൻ യുത്ഇമു മൻ ഹദറഹു സഅത ഇദിൻ ഹസീദഹു, എങ്കിലും ആ കാലത്തൊരു കൽപ്പനയുണ്ടായിരുന്നു. യുത്ഇമു, അവൻ കൊടുക്കണം, മൻ ഹദറഹു, അവിടെ വന്ന ആളുകൾക്ക്, സഅത ഇദിൻ, ആ സന്ദർഭത്തിൽ, ഹസീദഹു, അവന് വിളവെടുത്ത ധാന്യങ്ങളെയോ കൊലകളിൽ നിന്നോ അവിടെ വന്ന ആളുകൾക്ക് കൊടുക്കുക എന്നായിരുന്നു ഇന്നത്തെ സക്കാത്ത് ഉണ്ടാകുന്നതിന് മുമ്പുള്ള സാഹചര്യം. ثم نسخته كان هذا شيئا امر الله به المؤمنين, ഇത് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല ആദ്യം കൽപ്പിച്ച കൽപ്പനയായിരുന്നു. ഖബല അൻ തുഫറദ അലൈഹിമുസ് സദഖത്തുൽ മഫ്റൂള, ഇന്നത്തെ ഫർളായ സക്കാത്തിന്റെ കൽപ്പന മുമ്പുള്ള കൽപ്പനയായിരുന്നു ഈ അൻആമിൽ പറയുന്ന ഈ കൽപ്പന. സുമ്മ നസഖതുഹു, പിന്നെ അതിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അസ്സദഖത്തുൽ മഅലൂമ, ഇന്നറിയപ്പെടുന്ന സദഖ അതിനെ ദുർബലപ്പെടുത്തി. അതായത് അവിടെ വെച്ച് ഇന്നത് കൊടുക്കാൻ പാടില്ല, ഇന്ന് ചില പ്രത്യേക ഇന്ന് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കൊടുക്കാം, അവനുള്ള അളവിൽ നിന്ന് കൊടുക്കാം എന്നല്ലാതെ ഒരാള് ധാന്യം കൊയ്തെടുക്കുന്നു, കറ്റ വയലിലിരിക്കുന്ന കറ്റയെ ഒരാൾ കറ്റയിൽ നിന്ന് കമ്മി വരുത്തി ചില ആളുകൾക്ക് ഒരല്പം കറ്റ കൊടുത്തു. ആ കറ്റ കൊടുക്കൽ വഴി ഇത് പിന്നെ സംസ്കരിച്ചു പോയാൽ സക്കാത്തിന്റെ നിസ്വാബ് എത്തുകയില്ല. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥമായ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടലായി മാറും. അതുകൊണ്ടാണ് ഇന്ന് അവന്റെ അളവിൽ നിന്ന് കൊടുക്കുക എന്നല്ലാതെ ഈ താല്പര്യങ്ങൾ ബഹുമാനപ്പെട്ട ശറഅ പിന്നീട് നസ്ഖ് ചെയ്യുകയാണ്, ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആദ്യകാലത്ത് അങ്ങനെയായിരുന്നില്ല. നല്ലോണം മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ഇന്ന് സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. അതായത് ഏകദേശം 1920 ലിറ്റർ പിന്നീട് പറയുന്നുണ്ട് നെല്ല് വരുന്ന ഒരാള്, വളരെ പരിമിതമായ നെല്ല്, സക്കാത്തിന് അളവ് വരാവുന്ന ഒരു നെല്ല് അയാൾക്കുള്ളൂ. വേഗം അയാൾ വയലിൽ നിന്ന് തന്നെ ഒരു 2-4 ചുരുട്ടി കറ്റ ഒരാൾക്കും കൊണ്ട് കൊടുത്താൽ ഇതിൽ നിന്ന് ഇയാൾ 10 ചെലവഴിക്കേണ്ടതിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടും. ഈ 2-4 പറ കൊണ്ട് അല്ലെങ്കിൽ 2-4 ഈ സേറ് കൊണ്ട് അയാൾ രക്ഷപ്പെടും. ആ നിലക്കാകുമ്പോൾ ഇന്നത് ഹറാമായി വരും. എന്നാൽ അവന്റെ അളവിൽ നിന്ന് എല്ലാം കണക്കാക്കിയ അളവിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. ഇത് ആദ്യ കാലഘട്ടത്തിലെ കൽപ്പനയായിരുന്നു. സുമ്മന സഖതുഹു, പിന്നെ ഇതിനെ ദുർബലപ്പെടുത്തി അസ്സദഖത്തുൽ മഅലൂമ, സദഖത്തുൽ മഅലൂമ, ഇന്നത്തെ സദഖ അതിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഫലാ ഫറള ഫീ മാലിൻ കായിനം മാക്കാൻ, ഇന്നെങ്ങനെയുള്ള ധനമായാലും വേണ്ടില്ല, സർഅൻ കാന ഔ ഖറസൻ, വൃക്ഷമാകട്ടെ കൃഷിയാവട്ടെ, എന്താണെങ്കിലും ഒരു ഫർളുമില്ല, ഇല്ല സദഖത്തുല്ലതി ഫറളഹല്ലാഹു ഫീഹി, ഇന്ന് അല്ലാഹു തആല നമുക്ക് കൽപ്പിച്ച ഈ സക്കാത്ത് അല്ലാത്ത മറ്റു ഫർളുകളൊന്നും വയലിൽ നിന്ന് കൊടുക്കേണ്ടതോ മറ്റോ ആയ ഒരു ഫർളുമില്ല. ആവശ്യക്കാർക്ക് സദഖ നൽകാവുന്നതാണ് എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇത് ഇന്ന് നാം കാണുന്ന സക്കാത്തിന് മുമ്പുള്ള സാഹചര്യം ആയിരുന്നു എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തുബരി റളിയല്ലാഹു അൻഹു തഫ്സീർ തുബരിയുടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും ആയത്ത് കാണാം, നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഹാഖയുടെ 33-34 വചനങ്ങൾ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, നരകത്തിൽ കിടക്കാൻ കാരണമായ ഒരു വിഭാഗം ആളുകൾ, എന്തേ അവർ നരകത്തിൽ കിടക്കാൻ കാരണമായത്? വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, ഇത് സുന്നത്തായ കൊടുക്കലല്ല. കാരണം സുന്നത്തായ കൊടുക്കാതിരുന്നത് കൊണ്ട് നരകത്തിൽ കിടക്കുകയില്ല. മുദ്ദസിറിലും ഇത് കാണാം. സൂറത്തുൽ മുദ്ദസിറില് 42, 43, 44 വചനങ്ങളിൽ ഇങ്ങനെ കാണാം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബുൽ യമീൻ ഫീ ജന്നാത്തിൻ യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. രണ്ട് കാര്യം അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണം എന്തേ എന്ന് നരകവാസികളോട് സ്വർഗവാസികൾ ചോദിക്കുമ്പോൾ ഖാലൂ, അവർ പറയുന്ന മറുപടി, നരകത്തിൽ കിടക്കാനുള്ള കാരണം സുന്നത്തായമല്ല. കാരണം നരകത്തിൽ ഒരിക്കലും സുന്നത്തിനെ ഉപേക്ഷിച്ചത് കൊണ്ട് നരകത്തിൽ കിടക്കുകയില്ല. വാജിബായ ഫർളായ അമല ഈ പറയുന്നത്. ഖാലു, അവർ പറയുന്ന മറുപടി, ലം നകു മിനൽ മുസല്ലീൻ, ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ല. കൊടുക്കേണ്ടത് കൊയ്ത്തു കാലഘട്ടത്തിൽ കൊടുക്കേണ്ട അളവിനെ ഞങ്ങൾ കൊടുത്തിരുന്നില്ല എന്നൊക്കെയാണ് ആ വാക്കിന്റെ താല്പര്യം. നോക്കൂ നിങ്ങൾ,
ഇതിനെ വളരെ മനോഹരമായി ഹൃദയസ്പൃക്കായി അവതരിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഖലമിന്റെ 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 33 വരെയുള്ള വചനങ്ങളിൽ സൂറത്തുൽ ഖലമിലും അല്ലാഹു തആല വിശദീകരിച്ചതായി കാണാം. ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നഹ് ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ വലാ യസ്തഫ്നൂൻ فطافت عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن يغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون قالوا يا ويلنا إنا كنا طاغين عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون. വളരെ മനോഹരമായി മക്കക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി മക്കക്കാരെ പേടിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഖലമിന്റെ 17 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ വളരെ മനോഹരമായ ഒരു ചരിത്രം തന്നെ ഇത് സംബന്ധമായി അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. സൂറത്തുൽ ഖലം പൂർണ്ണമായും മക്കിയത്താണ്, മദനിയത്തല്ല. സൂറത്തുൽ ഖലം മക്കിയത്താണ്. ഈ അധ്യായത്തിന്റെ ഒരു ഭാഗത്ത് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരോട് പറയുകയാണ്, മക്കക്കാരെ നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തില്ല എങ്കിൽ ഒരു തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഇത് പറയുന്നത് ഇതിന്റെ വിശദീകരണത്തിൽ കാണാം. യമനിൽ ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു. ഇവിടുന്ന് മനസ്സിലാവുന്നത് ഏകദേശം ഈ ശൈലി തന്നെയായിരുന്നു മുൻ വേദങ്ങളിലും ഉണ്ടായിരുന്നത് എന്ന, അഥവാ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അവിടെ അവരെ പണി അവരെടുത്തോളും. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഇസ്ലാമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്ത് വരുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിലെ ശൈലി സക്കാത്ത് ഇപ്രകാരം, അതായത് ഇസ്ലാമിലെ മക്കാ ജീവിത കാലഘട്ടത്തിലെ സക്കാത്തിന്റെ ശൈലിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പറയുന്ന സംഭവം ഒരു ചരിത്രം ഉദ്ധരിക്കുകയാണ്. മക്കക്കാരെ പേടിപ്പിക്കാൻ അല്ലാഹു തആല ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട്. ഏതാ ചരിത്രം? യമനിൽ പഴയ കാലഘട്ടത്തിൽ ഒരു നല്ല തോട്ടക്കാരൻ ഉണ്ടായിരുന്നു അത്രേ. വലിയ ധനാഢ്യനായിരുന്നു അയാൾ. അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് തന്നെ, തന്റെ തോട്ടങ്ങളിലൊക്കെ വിളവെടുപ്പിന്റെ ദിവസം അദ്ദേഹം ആളുകളെയും കൊണ്ടുപോകും. എന്നിട്ട് തന്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ ആളുകൾക്ക്, പരിസരവാസികളായ മിസ്കിന്മാരോടൊക്കെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് കൽപ്പിക്കും. അവരെടുത്തു കൊണ്ടുപോയതിന്റെ ബാക്കി മാത്രമേ ഈ നല്ല മനുഷ്യനായ ധനാഢ്യൻ എടുത്തിരുന്നുള്ളൂ. അങ്ങനെ ഇയാൾ മരണപ്പെട്ടു പോയി. ചരിത്രം പറയാം. അല്ലാഹു തആല ചരിത്രമാണ്. സൂറത്തുൽ ഖലമിന്റെ 17 ആയത്ത് മുതൽ 33 വരെയുള്ള ആയത്ത് മക്കക്കാർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഈ പറയുന്നത്. ഈ ചരിത്രം ആണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ നല്ലവനായ ധനാഢ്യൻ മരണപ്പെട്ടു പോയപ്പോൾ വാരിസ്യങ്ങൾ, പിന്നെ അനന്തരാവകാശികൾ സമ്പത്തിനെ കീഴടക്കി. എന്നാൽ അവർ പറഞ്ഞു, നമുക്ക് ബാപ്പയെ പോലെയുള്ള അബദ്ധം പറ്റിക്കൂടാ. ബാപ്പക്ക് ഈ മിസ്കിന്മാരൊക്കെ കൊണ്ടുപോയി മിസ്കിന്മാർ യഥേഷ്ടം വിളവെടുപ്പ് നാളിൽ അവർ കൈവശപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ ബാപ്പാക്ക് പലപ്പോഴും സമ്പത്തിന്റെ വലിയ നേട്ടങ്ങളെ, ഉന്നത ലോകങ്ങളെ കീഴടക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് വാപ്പാക്ക് സംഭവിച്ച പോലെയുള്ള വിഡ്ഢിത്തം നമുക്ക് സംഭവിച്ചുകൂടാ. നമ്മളത് കൊടുക്കരുത് എന്ന് മാത്രമല്ല ബാപ്പാക്ക് ഇഷ്ടം പോലെ മുതലുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, ഇഷ്ടംപോലെ മക്കളുണ്ട്, നമുക്കും ഇഷ്ടംപോലെ മക്കളുണ്ട്. ധനമാകട്ടെ പാർട്ടീഷൻ ചെയ്തപ്പോൾ വളരെ ചുരുങ്ങുകയും ചെയ്തു. കല്ലൽ മാലും വക്കസറൽ. അതുകൊണ്ട് ഈ യൗമു ഹസാദിൽ കൊടുക്കുന്ന ഈ ഹക്കിനെ നൃത്തം ചെയ്യാൻ ഇന്ന് രാത്രി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് മക്കളെല്ലാവരും, അനന്തരാവകാശികളായ മക്കൾ യോഗം കൂടി. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ തീരുമാനിച്ച രൂപം എങ്ങനെയായിരുന്നു? ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അവർ വിചാരിച്ചത്
വാപ്പായുടെ തോട്ടത്തിലെ വിളവെടുപ്പ് നാളെ സാധാരണക്കാർക്കൊക്കെ അറിയാം. നേരം വെളുത്താൽ വാപ്പ വിളവെടുക്കാൻ പോകുന്നത് കാത്തവരിക്കും. വാപ്പയോടുകൂടെ അവരെല്ലാവരും പുറപ്പെടുകയാണ് ചെയ്യുക. അത് ഇപ്രാവശ്യം നമ്മള് തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരും പുറപ്പെടും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, ആരെയും അറിയിക്കണ്ട. ജനങ്ങൾ ഉണർന്നെണീക്കുന്നതിന് മുമ്പ് ഏറ്റവും ഒന്നാം പ്രഭാതത്തിൽ തന്നെ നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞ് വല്ലത്തിൽ ധാന്യങ്ങൾ എത്തിയിരിക്കണം എന്നവർ തീരുമാനിച്ചു. ഇതാണ് ആ പറയുന്നത്, ഇന്നാ ബലൗനാഹും, ഈ മക്കക്കാരെ ഞാൻ പരീക്ഷിക്കും, കമാ ബലൗന അസ്ഹാബൽ ജന്ന, ആ തോട്ടക്കാരെ ഞാൻ പരീക്ഷിച്ചതുപോലെ. അവരെന്ത് പറഞ്ഞു? ഇത് അഖ്സമു, അവർ പരസ്പരം സത്യം ചെയ്ത് പറഞ്ഞു, ലയസ്രിമുന്നഹ മുസ്ബഹീന, ഏറ്റവും പ്രഭാതത്തിൽ നമ്മൾ നമ്മുടെ തോട്ടത്തെ അറുത്തെടുക്കും, വിളവിനെ അറുത്തെടുക്കും. വലാ യസ്തസ്നൂന, ഒരു ഇൻഷാ അല്ലാഹ് പോലും അവർ പറഞ്ഞില്ല. കാരണം അവർക്കറിയാം ഇതിനെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ് വിളവ് ആയതല്ലേ, ഇനി ഒരു അള്ളാഹ് കൂടിയിട്ടില്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു ധാർഷ്ട്യം അവർക്കുണ്ടായിരുന്നു. അള്ളാഹ് എന്നതിൽ വേണ്ട, ഒരു ഇൻഷാ അല്ലാഹ് പോലും അതിൽ പറഞ്ഞില്ല. ഇത് ഇപ്രാവശ്യം നമുക്ക് മിസ്കീന്മാരെ പറ്റിക്കണം എന്നവർ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ തീരുമാനിച്ച് എല്ലാവരും നേരത്തെ തന്നെ കിടന്നുറങ്ങി. വെളുപ്പിന് പോകേണ്ടതാണ്. 4 മണിക്ക് എണീറ്റിട്ട് തോട്ടത്തിൽ പോയി ആളുകൾ എണീക്കുന്നതിന് മുമ്പ് വിളവെടുപ്പ് നടത്തേണ്ടതാണ്. ഇന്ന് എല്ലാരെയും പറ്റിക്കണം. മിസ്കിന്മാർ ഇന്ന് തോട്ടത്തിൽ കിടക്കരുത്. പക്ഷേ എന്തുണ്ടായി? അള്ളാഹുവിന്റെ ഒരു വിപത്ത് അള്ളാന്റെ ഭാഗത്ത് നിന്ന് വരികയും വഹും നായിമൂന, അവർ ഉറങ്ങിക്കിടക്കുന്ന നേരത്തെ ആ തോട്ടത്തിലേക്ക് ഒരു വിപത്ത് വന്നു. അത് വിളവെടുപ്പ് കഴിഞ്ഞ നിലത്തെ പോലെയായി. അള്ളാഹു രാത്രി അതാപറക്കി ആ തോട്ടത്തിലേക്ക്. അതാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. മക്കക്കാര് സക്കാത്ത്, ഈമാൻ വിശ്വസിക്കാനും പിന്നീട് സക്കാത്ത് കൊടുക്കാനുമുള്ള കൽപ്പനയും ഭയപ്പെടുത്തലുമാണ് ഈ ആയത്തിലേക്ക് പിന്നെ ഉദ്ദേശം. പ്രഭാതത്തിൽ അവരിതൊന്നും അറിഞ്ഞില്ല. അവർ തമ്മിൽ വിളിച്ചു, അനഗ്ദു അലാ ഹർസിക്കും ഇൻ കുൻതും സ്വാരിമീൻ, വിളവെടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകളൊക്കെ പെട്ടെന്ന് പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ ക്ഷണിച്ചു. ഫന്തലഖു, അങ്ങനെ അവരൊക്കെ പോയി. വഹും യതഖാഫതൂന, അവർ അടക്കം പറഞ്ഞുകൊണ്ടാ പോയത്. അഥവാ വല്ലാതെ സംസാരിച്ചു പോയാൽ പരിസരവാസികളായ മിസ്കിന്മാർ ഉണർന്നു പോകും. അവർ നമ്മളെ കൂട്ടത്തിൽ പോരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മിസ്കിന്മാരെ പറ്റിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. അനഗ്ദു അലാ ഹർസിക്കും ഇൻ കുൻതും സ്വാരിമീൻ ഫന്തലഖൂഹും യതഖാഫതൂൻ അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഇന്നൊരു മിസ്കീനെയും തോട്ടത്തിൽ കയറാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി തോട്ടത്തിൽ ചെന്നു. പക്ഷേ ഫലമ്മാ റഔഹാ, തോട്ടത്തെ അവർ കണ്ടപ്പോൾ ഖാലു, ആദ്യം തോട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല. തോട്ടത്തെ കണ്ടപ്പോൾ കാലു അവർ പറഞ്ഞു, ഇന്ന ആലു നമുക്ക് വഴി പിഴച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇത് നമ്മുടെ തോട്ടം അല്ലല്ലോ എന്ന്. ഇത് മക്കക്കാർക്ക് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇത് ഞങ്ങളുടെ തോട്ടമല്ല എന്നവർ മനസ്സിലാക്കി പോയി പെട്ടെന്ന്. പക്ഷെ അവർക്ക് ബോധം വന്നു, ബൽ നഹ്നു മഹ്റൂമൂൻ, നമുക്ക് വിലങ്ങിപ്പോയി, നമ്മളാണ് അക്രമികൾ. മിസ്കീന്മാർക്ക് കൊടുക്കുന്ന ഹക്കാണ് സത്യത്തിൽ ഈ തോട്ടങ്ങളെ നിലനിർത്തുന്നത് എന്നത് ഈ ആയത്തിലൂടെ അള്ളാഹു മക്കക്കാരെ പഠിപ്പിച്ചു. ഈ രൂപമായിരുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഭാഗത്തൊന്ന് പരിശോധിക്കുക. സൂറത്തുൽ ഖലമിന്റെ 17-ാമത്തെ ആയത്ത് മുതൽ 33-ാമത്തെ ആയത്ത് വരെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ വിശദീകരിക്കുന്ന വലിയ ചർച്ചയിൽ സംബന്ധമായി പറയേണ്ടതുണ്ട്. ഇങ്ങനെയായിരുന്നു മക്ക ജീവിത കാലഘട്ടത്തിലെ സക്കാത്തിന്റെ അവസ്ഥ. എന്നാൽ മദീനയിൽ വന്നപ്പോൾ 1-ാം കൊല്ലവും അങ്ങനെ തന്നെ. 2-ാം കൊല്ലത്തോടുകൂടെ മാറ്റങ്ങളുണ്ടായി. 2-ാം കൊല്ലത്തിലാണ്, ഹിജ്റ 2-ാം വർഷത്തിലാണ് അനവധി നിർബന്ധങ്ങൾ വന്നിട്ടുള്ളത്. നോമ്പ്, അതേപോലെ തന്നെ സക്കാത്ത്, ഖിതാൽ, ജിഹാദ് പോലെയുള്ള ഇസ്ലാമിക സംബന്ധമായ അനവധി കാര്യങ്ങൾ മദീനയിലെ ഹിജ്റ 2-ാം വർഷത്തിലാണ് ഒരു ഇസ്ലാമിക സൊസൈറ്റിയായി രൂപപ്പെട്ടു വന്നതിന് ശേഷമാണ് ഈ ചർച്ചകളൊക്കെ, ഈ നിർബന്ധങ്ങളും ഈ നിഷ്കർഷണകളും ഒക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുള്ളത്. ഇത് സംബന്ധമായ ആയത്ത് മുഫസ്സിരിങ്ങൾ മൊത്തം പറയുന്ന പ്രഗൽഭമായ വചനം സൂറത്തു തൗബയുടെ 103, 104 വചനങ്ങൾ തന്നെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദ് മിൻ അംവാലിഹിം സദഖ, അവർ വിളവെടുപ്പെന്ന് കൊടുത്താൽ പോരാ. ഇപ്പോൾ ഖുദ് മിൻ അംവാലിഹിം സദഖ, അവർ വിളവെടുപ്പിന്റെ അന്ന് കൊടുത്താൽ പോരാ. ഖുദ് മിൻ അംവാലിഹിം സദഖ, അങ്ങ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായ അങ്ങ് ഖുദ് മിൻ അംവാലിഹിം സദഖ, ഖുദ് മിൻ അംവാലിഹിം സദഖ, അങ്ങ് പിടിച്ചെടുക്കണം, നിങ്ങൾ എല്ലാവരും പിടിച്ചെടുത്തോളൂ എന്നല്ല. ഖുദ് മിൻ അംവാലിഹിം, ഖുദ് മിൻ അംവാലിഹിം സദഖ. പിന്നീട് മനസ്സിലാകും, ഞാൻ സൂചന മാത്രം പറഞ്ഞു മാത്രം. ഖുദു നിങ്ങളൊക്കെ പിടിച്ചോളൂ എന്നല്ല.
ഖുദ് മിൻ അംവാലിഹിം സദഖ, രാഷ്ട്രാധിപനോട് കൽപ്പിച്ചു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഖിറുഹും വതുസക്കിഹിം ബിഹാ. ആദ്യത്തെ കൽപ്പന വന്നത് രാഷ്ട്രാധിപനോടാണ്. എന്നാൽ പിന്നീട് അതിന് സംബന്ധമായ വിശദമായ ചർച്ചകൾ വേറെ വന്നു. പ്രവാചകന് കൊടുക്കാൻ കൽപ്പന വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പിന്നീട് വരുന്നുണ്ട്. ഇസ്ലാമികമായ സക്കാത്തിന്റെ 1ഉം 2ഉം ഒന്നാമത്തെ കൽപ്പന വ്യവസ്ഥാപിതമായ സക്കാത്തിന്റെ കൽപ്പനയാണ്. തൗബയുടെ 103 അലം യഅലമു അന്നല്ലാഹ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഖുദു സ്വദഖാത്ത് വഅന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം. ഇത്തരം കാര്യങ്ങൾ അല്ലാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നവരോടുകൂടെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. അള്ളാഹു തൗബ അംഗീകരിക്കുന്നവരാണ്. അള്ളാഹു വളരെ കരുണാവാരിധിയാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സക്കാത്ത് കൊടുക്കാനും കൊടുത്തില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ രാഷ്ട്രാധിപനോടും കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വന്നത് ഹിജ്റയുടെ 2ാം വർഷത്തിലാണ്. അതോടുകൂടെ അതൊരു വ്യവസ്ഥാപിത ശൈലിയായി ഒരു നിർബന്ധമായി മാറി. നോക്കൂ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. عن طلحة بن عبيد الله قال يقول جاء رجل إلى رسول الله صلى الله عليه وسلم من أهل نجد ثائر الرأس يسمع ذبي صوته ولا يفقه ما يقول حتى دنا إلى رسول الله. ഒരു സ്വഹാബി മതി. നജ്ദിന്റെ ഭാഗത്തിൽ നിന്ന് ഒരാൾ വന്നു സുൽത്താനെ കാണാൻ. അത്രയൊന്നും പരിഷ്കാരിയല്ല, ഒരു ഗ്രാമീണനായ ഒരാൾ വന്നിട്ട് മുസ്തഫ നബിയോട് പറഞ്ഞു, അനിൽ ഇസ്ലാം, എന്തൊക്കെയാണ് ഇസ്ലാം എന്ന് നബിയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി, മുസ്തഫ നബി പറഞ്ഞു, 5 സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാവിലും പകലും കൂടെ 5 വഖത്ത് നിസ്കരിക്കുക. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. സ്വഹീഹുൽ ബുഖാരി വളരെ ചിന്തിക്കണം. 5 സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാവിലും പകലും 5 വഖത്ത് നമസ്കരിക്കുക. ഫഖാല, ഇത് കേട്ടപ്പോൾ ഈ സ്വഹാബി ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹാ, ഇത് സംബന്ധമായ മറ്റെന്തെങ്കിലും നിർബന്ധങ്ങളുണ്ടോ? നിസ്കാര സംബന്ധമായ വല്ല നിർബന്ധവും വേറെണ്ടോ? കാല, മുസ്തഫ നബി പറഞ്ഞില്ല, വേറെ നിസ്കാര സംബന്ധമായ നിർബന്ധമില്ല. ഇല്ല അൻ തതവ്വഅ, നിനക്ക് വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാം, നിനക്ക് കൂലിട്ടണമെങ്കിൽ ഇത്രയുള്ളൂ, അത് സംബന്ധമായി. ഫഖാല, അപ്പൊ വീണ്ടും പിന്നെ റസൂലുള്ളാഹി സിയാമു റമളാന, റമളാൻ മാസം വരുമ്പോൾ നോമ്പ് നോൽക്കണം. ഖാല, ഈ സ്വഹാബി ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹാ, ഈ ഗ്രാമീണൻ ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹാ, ഇത് സംബന്ധമായി മറ്റെന്തെങ്കിലും നോമ്പുണ്ടോ? ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞില്ല, അതൊന്നുമില്ല. ഇല്ല അൻ തതവ്വഅ, നിനക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടെ സുന്നത്ത് നോമ്പ് നോൽക്കാം, ഇത്രയേ ഉള്ളൂ. വഖാല, ഖാല റാവി പറയുന്നു, വദക്കറ ലഹു സകാത, റസൂൽ ഈ സ്വഹാബിയോട് സക്കാത്തിനെ പഠിപ്പിച്ചു പറഞ്ഞു കൊടുത്തു. ഖാല, അപ്പോൾ ഈ സ്വഹാബി ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹാ, ഇത് സംബന്ധമായി മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഖാല, അപ്പോഴും റസൂൽ പറഞ്ഞില്ല, ഇല്ല അൻ തതവ്വഅ, നിനക്ക് വേണമെങ്കിൽ സദഖ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഫഅദ്ബറ റജുലു, ഈ വന്ന ആൾ മടങ്ങിപ്പോകുന്ന നേരത്ത് അയാളിങ്ങനെ തിരിഞ്ഞു, ഒന്നും കൂടി തിരിഞ്ഞു, റസൂലുള്ളാഹിയുടെ അടുത്ത് പോവാ. വയഖൂലു, പറഞ്ഞുകൊണ്ടാണ് തിരിയുന്നത്, വല്ലാഹി ലാ അസീദു വലാ അൻഖുസു, ഞാൻ ഏറ്റൂല്ല, ഞാനോട് ചുരുക്കില്ല, ഇതാണ് ചെയ്യുന്നത്. ഫഖാല റസൂലുള്ളാഹി, ഇത് കണ്ടപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ ഇൻ സദഖ, അവൻ ഈ പറഞ്ഞ വാക്ക് ശരിയാണെങ്കിൽ അവൻ ജയിച്ചിരിക്കുന്നു എന്ന്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആരാധനയായി സ്വർഗത്തിൽ കടക്കാനുള്ള അടിസ്ഥാന മാനദണ്ഡമായി ഈ വ്യവസ്ഥാപിതമായ സക്കാത്തിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഇത് സക്കാത്തിന്റെ ബാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിലും കാണാം. സ്വഹീഹുൽ ബുഖാരി വേറൊരു ഹദീസ്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, മുസ്തഫ നബി പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യത്തിന്റെ മേലാണ് ഇസ്ലാമിനെ എടുത്തിട്ടുള്ളത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വ ഇഖാമുസ് സ്വലാത്തി, 1 ശരിക്കും 2 വ ഇഖാമുസ് സ്വലാത്തി, നിസ്കാരം നിലനിർത്തുക. 3 വ ഈതാഉസ് സകാത്തി, സകാത്തിനെ കൊടുത്തുവിട്ടുക. വൽ ഹജ്ജു വ സൗമു റമളാൻ, സ്വഹീഹുൽ ബുഖാരി. അഥവാ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായി വ്യവസ്ഥാപിതമായ സക്കാത്തിനെ ഹബീബായ റസൂലുള്ളാഹി മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും രാഷ്ട്ര നിയമത്തിലും സാമൂഹിക നിയമത്തിലും ഒരാൾ മുസ്ലിമായി പരിഗണിക്കാനുള്ള മാനദണ്ഡമായി നിസ്കാരത്തോടുകൂടെ ചേർത്തിട്ടുള്ളത് സക്കാത്തിനെയാണ്. നോക്കൂ, നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാമിക രാഷ്ട്ര നിയമത്തിലും സാമൂഹിക നിയമത്തിലും
ആളെ മുസ്ലിമായി പരിഗണിക്കാനുള്ള മാനദണ്ഡമായി ശറഅ് വെച്ചിട്ടുള്ളത് നിസ്കാരത്തോടു കൂടെ സക്കാത്തിനെയാണ്. ചില ആയത്തുകൾ ഇത് സംബന്ധമായി കാണാം. തൗബയുടെ 6-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, ഫഇൻ താബൂ വഅഖാമു സ്സലാത വആതവു സ്സകാത ഫഖല്ലൂ സബീലഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. വിശ്വസിക്കുകയും പിന്നെ നിസ്കരിക്കുകയും വആതവു സ്സകാത സകാത്ത് കൊടുക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, ഫഖല്ലൂ സബീലഹും അവരെ നിങ്ങൾ പാട്ടിന് വിട്ടേക്കുക, അവരടുത്തേക്ക് നിങ്ങൾ ഒന്നിനും മെനക്കെടണ്ട. നോക്ക്, അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരാളെ മുസ്ലിമായി പരിഗണിക്കാനുള്ള മാനദണ്ഡമാണ് നിസ്കാരത്തോടുകൂടെ സകാത്ത്. സാമൂഹിക നിയമത്തിലും അങ്ങനെയാണ്. ഒരാളെ മുസ്ലിമായി പരിഗണിക്കാനുള്ള മാനദണ്ഡം നിസ്കാരത്തോടുകൂടെ സകാത്താണെന്ന് സൂറത്ത് തൗബയുടെ 6-ാമത്തെ വചനം. സൂറത്ത് തൗബയുടെ 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാം, നിസ്കരിക്കുന്നതോടുകൂടെ സകാത്തും കൊടുക്കുന്നവരൊക്കെ മുസ്ലിം സമൂഹത്തിൽ പരസ്പരം സഹോദരന്മാരാണ്. നോക്ക്, ഫഇൻ താബൂ വഅഖാമു സ്സലാത വആതവു സ്സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ വനുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഅലമൂൻ. അല്ലാഹു പറയുന്നു, ഫഇൻ താബൂ അവർ തൗബ ചെയ്തു, അഥവാ ഇസ്ലാം വിശ്വസിക്കാത്തവർ വിശ്വസിച്ചു, എന്നിട്ടോ വഅഖാമു സ്സലാത്ത നിസ്കാരത്തെ അവർ നിലനിർത്തി, വആതവു സ്സകാത സകാത്തിനെ കൊടുത്തു വിട്ടുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീനി അവർ ദീൻ കാര്യത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാ, നിങ്ങളൊക്കെ ഒന്നാണ്. അവ നിസ്കാരത്തോടുകൂടെ ഇസ്ലാമിക സൊസൈറ്റിയിൽ സാഹോദര്യ സംസ്ഥാപനത്തിന്റെ അടിസ്ഥാനമായിട്ട് പോലും ഒരാളെ മുസ്ലിം സഹോദരനായി പരിഗണിക്കാനുള്ള അടിസ്ഥാന ധർമ്മമായിട്ട് കൂടി ഈ ഒരു ആശയത്തെ, ഈ ഒരു നിഷ്കർഷതയെ ബഹുമാനപ്പെട്ട ശറഅ് പഠിപ്പിച്ചു. സൂറത്തു തൗബയുടെ 11-ാമത്തെ വചനം നോക്കൂ. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകാത്തിനെ കൊടുക്കാത്തവർക്കുള്ള സൂചന, സകാത്തിനെ കൊടുക്കാത്തവരെ നിർബന്ധിച്ചെങ്കിലും യുദ്ധം ചെയ്തെങ്കിലും വാങ്ങണം, ആരോടൊക്കെ യുദ്ധം ചെയ്യാമെന്ന ഒരു കാണിഷ്യം ബഹുമാനപ്പെട്ട ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയതായി കാണാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉമിർതു അൻ ഉഖാതില الناس حتى يشهدوا لا اله الا الله وان محمد رسول الله ويقيموا الصلاه ويؤتوا الزكاه فاذا فعلوا ذلك عصموا مني دماءهم واموالهم الا بحق الاسلام وحسابهم على الله. صحيح البخاري. عن ابن عمر رضي الله عنه എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില الناس എന്നോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹത്താ യശഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ പറയാനുള്ള അവസരമൊരുക്കുന്ന ഒരു സാഹചര്യം വരെ, വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഈ സന്ദേശം ജനങ്ങൾ അംഗീകരിക്കാവുന്ന ഒരു സാഹചര്യം വരുന്നവരെ. പിന്നെയോ വയുഖീമുസ് സ്വലാത്ത നിസ്കാരം നിലനിർത്തുന്നത് വരെയും, വയുത്തുസ് സകാത്ത സകാത്തിനെ കൊടുത്തു വിട്ടുന്നവരെയും. ഫൈദാ ഫഅലൂ ദാലിക ഇതൊക്കെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അസ്മൂ മിന്നി ദിമാഅഹും വഅംവാലഹും അവർ എന്നിൽ നിന്ന് അവരുടെ ധനത്തെയും അവരുടെ രക്തത്തെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രം പിന്നെ അവരുടെ ധനത്തിലോ അവരുടെ രക്തത്തിലോ കൈവക്കുകയില്ല. വഹിസാബുഹും അലല്ലാഹ് അവരുടെ മറ്റുള്ള കണക്കുകളൊക്കെ അല്ലാഹു മഹ്ശറയിൽ ചോദിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇസ്ലാമായി പരിഗണിക്കാൻ നിസ്കാരത്തോടുകൂടെ സക്കാത്തിനെ വേണം. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിൽ ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു വെച്ചുവെങ്കിലും സക്കാത്ത് വിലങ്ങിയവരോട് യുദ്ധം ചെയ്ത ഈ ഒരു വ്യവസ്ഥാപിതമായ ശൈലി മുസ്തഫ നബിക്ക് ശേഷം കാണിച്ചത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. അതാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഘം ആളുകൾ സക്കാത്തിനെ വിലങ്ങി. ഒരു സംഘം മുനാഫിഖീങ്ങളായ ആളുകൾ പറഞ്ഞു, കപടന്മാരായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് തരില്ല. കാരണം ആദ്യ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുത്തിരുന്നപ്പോൾ ആ സക്കാത്തിനോട് കൂടെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലി അലൈഹിം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന ഒരു കൽപ്പന അല്ലാഹു തആല പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളെ സക്കാത്ത് വാങ്ങിക്കൊണ്ടുപോയാൽ പ്രാർത്ഥിക്കാൻ ആളില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സക്കാത്ത് നൽകില്ല. നല്ല ന്യായം പറയാണ് അവര്. അന്ന് സൂറത്ത് തൗബയുടെ ആയത്തിൽ പറയുന്നത് വസല്ലി അലൈഹിം അവർക്ക് സക്കാത്ത് വാങ്ങിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറഞ്ഞിരുന്നു.
ഇത് മുൻനിർത്തി അവര് പറഞ്ഞു ഇന്ന് പ്രാർത്ഥിക്കാൻ ആളില്ലല്ലോ, അതുകൊണ്ട് സക്കാത്ത് ഞങ്ങൾ ഇന്ന് തരില്ല എന്ന ഒരു പുതിയ ന്യായവുമായി ഒരു സംഘം ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ സത്യദീൻ അതിന് ആ വിഷയത്തിൽ ഖലീഫയായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതാണ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന അബൂബക്കറിൻ വകഫറ മൻ കഫറ മിനൽ അറബി, പലരും കാഫിറായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ. ഫഖാല ഉമറു, അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, കൈഫ തുഖാതിലുൻ നാസ വഖദ് ഖാല ഉമിർതു അൻ ഉഖാതില നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെയാണ് സിദ്ദീഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഈ ജനതയോട് സക്കാത്ത് തന്നില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും? അവരൊക്കെ നമ്മൾ ആളുകൾ തന്നെയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ എന്ന് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്, എന്താ നിങ്ങൾ യുദ്ധത്തിൽ ഒരുങ്ങുന്നത്? അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലാ ഉഖാതിലന്ന ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വിട്ടുപിരിച്ചവർക്ക്. നിസ്കാരത്തിന്റെ സ്ഥാനം വേറെ, സക്കാത്തിന്റെ സ്ഥാനം വേറെ, രണ്ടും രണ്ടാണ്. നിസ്കാരം മതി, സക്കാത്ത് വേണ്ട, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യം സക്കാത്തിന് ഇല്ല എന്നാരെങ്കിലും വാദിച്ചാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലൗ മനഊനി അനാഖൻ കാനു യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് റസൂലുള്ളാഹിന്റെ കാലത്ത് ഒട്ടകത്തെ കൊടുത്തപ്പോൾ ഒട്ടകത്തോടുകൂടെ അനാക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ കഴുത്തിലിട്ടിട്ട് അതിനെ കൊണ്ടുപോകാവുന്ന അതിന്റെ ഒരു കയറ്, ആ കയറ് അവരെനിക്ക് തന്നില്ല എങ്കിലും ലഖാതൽതുഹും അലാ മൻഇഹാ കീഴ്വഴക്കം തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതോ ഈ കയറ് തൽക്കാലം റസൂലുള്ളാഹി വഫാത്തായതുകൊണ്ട് ഇനി മുതൽ കയറ് വേണ്ട, ഒട്ടകത്തെ മാത്രം മദീനെങ്ങാനും പറഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം അതിന്റെ താഴേക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് സത്യത്തിൽ നിർബന്ധം പോലുമല്ല ആ വാക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഒട്ടകത്തെ കൊടുത്തിരുന്ന ആളുകൾ ഒട്ടകത്തോട് കൂടെ അന്ന് ഒരു കയറ് കൂടി കൊടുത്തിരുന്നുവെങ്കിൽ ആ കയറിന്ന് ആരെങ്കിലും ലഖാതൽതുഹും അലാ മൻഇഹാ അതൊരാൾ എനിക്ക് തടഞ്ഞാൽ പോലും ഞാൻ അവനോട് ആ കയറും കൂടി യുദ്ധം ചെയ്ത് വാങ്ങും എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഫവല്ലാഹി മാ ഹാദാ ഇല്ലാ അൻ ഖദ് ശറഹ അല്ലാഹു സദ്റ അബീ ബക്കറിൻ. ഇത് അബൂബക്കറിന്റെ മനസ്സിന് അല്ലാഹു കൊടുത്ത ഒരു വെളിച്ചമായിരുന്നു. ഫഅറഫ്തു അന്നഹുൽ ഹഖ്, ഇതാണ് സത്യമാണെന്ന്, ഇതാണ് സത്യം എന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. സ്വഹീഹുൽ ബുഖാരി സക്കാത്തിന്റെ ബാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വിശ്വാസികളെ വളരെ ചിന്തിക്കുക. അപ്പൊ ഇസ്ലാമിക സാമൂഹിക ക്രമത്തിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരാളെ മുസ്ലിമായി പരിഗണിക്കാനുള്ള മാനദണ്ഡം കൂടിയായി സക്കാത്തിനെ പരിശുദ്ധത്തിൽ ഇസ്ലാം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല ഈമാനോട് ചേർത്ത് പറഞ്ഞ അമലാണ് സക്കാത്ത്, ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി പറയുകയാണ്, സലാസുൻ മൂന്ന് വിഭാഗം ആളുകളുണ്ട്, മൂന്ന് കാര്യങ്ങളുണ്ട്. മൻ ഫഅലഹുന്ന, ആ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഫഖദ് ത്വഅമ ത്വഅമൽ ഈമാൻ, അവൻ ഈമാന്റെ രുചിയെ ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതാണ് കാര്യങ്ങൾ? ഒന്ന്, മൻ അബിദല്ലാഹ വഹ്ദഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാൾക്കും ആരാധിക്കാതിരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു എല്ലാ ജാതി ശിർക്കിനെ തൊട്ടും നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പിന്നെ രണ്ടാമതായി വേണ്ടത് വഅതാ സകാത മാലിഹി ത്വയ്യിബതൻ ബിഹാ നഫ്സഹു കുല്ല ആമിൻ. ഈമാന്റെ രുചി ആസ്വദിക്കണമെങ്കിൽ അബൂദാവൂദ് തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസ് കാണാം. അള്ളാഹുവിനെ ആരാധിക്കലിന്റെ പുറമെ പിന്നെ എന്ത് വേണം? വഅതാ സകാത മാലിഹി, ധനണ്ടെങ്കിൽ മതി. അവന്റെ ധനത്തിന്റെ സക്കാത്ത് അവൻ കൊടുക്കണം. ത്വയ്യിബതൻ ബിഹാ നഫ്സഹു, അവന്റെ നഫ്സിനെ അതുകൊണ്ട് അവൻ മനോഹരമാക്കി മനസ്സറിഞ്ഞു കൊടുക്കുക. ആരും നിർബന്ധിച്ചിട്ടല്ല.
ത്വയ്യിബതൻ ബിഹാ നഫ്സഹു കുല്ല ആമിൻ എല്ലാ കൊല്ലവും. അങ്ങനെ ആരെങ്കിലും സക്കാത്ത് കൊടുത്താൽ അവൻ അവൻ ഈമാന്റെ രുചി ആസ്വദിക്കാൻ കഴിയും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് തങ്ങൾ തന്റെ സുനൻ അബീദാവൂദിൽ ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളെ, ഇത് സംബന്ധമായ ഒരുപാട് ചർച്ചയുണ്ട്, ഞാൻ നീട്ടുന്നില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏർപ്പാടുണ്ട്, ചക്കാത്ത് എന്ന് പറയും. നമ്മളെ സാഹിത്യകാരന്മാർക്കൊക്കെ ഇങ്ങനെ വകുപ്പുണ്ട്, ഇത് ചക്കാത്തല്ലല്ലോ. ചക്കാത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതായത് വെറുതെ കിട്ടിയതല്ല, അവകാശമില്ലാതെ വെറുതെ കിട്ടുന്നതിന് അല്ലെ, അങ്ങനെ സംസാരം ഉണ്ടല്ലോ, അങ്ങനെ സംസാരം പൊതുവെ പറയാറുണ്ട്. ഇതൊരു ചക്കാത്തല്ല, എന്നാൽ തെറ്റിപ്പോയി. ഇസ്ലാമിൽ അവകാശമുള്ള ധനമാണ് സക്കാത്ത്. ഇത് വളരെ ചിന്തിക്കണം. ഇതൊരിക്കലും പണക്കാരന്റെ ഔദാര്യമല്ല, ഇത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഇസ്ലാമിക സൊസൈറ്റി ഏതെങ്കിലും കാലഘട്ടത്തിൽ നിലവിൽ വന്നാൽ കൊടുക്കാത്തവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും, അല്ലെങ്കിൽ അവനെ ജയിലിലടക്കും, അല്ലെങ്കിൽ അവനോട് ചെയ്യേണ്ട പണിയെടുക്കും എന്ന് മാത്രമല്ല, ഒട്ടകത്തിന്റെ കയർ വിലങ്ങിയാൽ പോലും യുദ്ധം ചെയ്ത് വാങ്ങുമെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ചിന്തിക്കുക. സക്കാത്ത് എന്ന വാക്ക് ഇന്ന് ഒരു ലോപനം പോലെ സത്യത്തിൽ അത് ലോപിച്ച് ആ അവകാശമില്ലാത്ത ധനങ്ങൾക്ക് പറയുന്ന ഒരേർപ്പാട് പോലെ ഇന്ന് സാഹിത്യകാരന്മാർക്കിടയിലൊക്കെ, പ്രസംഗകന്മാർ സാഹിത്യകാരന്മാർക്കിടയിലൊക്കെ ഈ ശൈലിയുണ്ട്. ശരിയല്ല. സൂറത്തുൽ ദാരിയാത്തിയുടെ 19-ാമത്തെ വചനം അല്ലാഹു പറയും, ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. ഫീ അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ ഉണ്ട്, ഹഖ്ഖുൻ അവകാശമുണ്ട്, ലിസ്സായിലി ചോദിച്ചു വരുന്നവനും, വൽ മഹ്റൂമി ചോദിക്കാൻ കഴിയാത്തവൻ, വിലങ്ങപ്പെട്ടവൻ. ചോദിക്കാൻ കഴിയില്ല, അവന്റെ മാന്യത അവനത് അനുവദിക്കുന്നില്ല, എന്നാൽ അവൻ മിസ്കീന. ഈ മഹ്റൂം എന്ന വാക്ക് മിസ്കീനെ പറ്റി പറഞ്ഞതാണ് എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ഫീ അംവാലിഹിം, അവരെ ധനങ്ങളിൽ ഉണ്ട്, ഹഖ്ഖുൻ അവകാശമുണ്ട്. അപ്പൊ സക്കാത്തിന്റെ ദിവസമായാൽ മുതലാളിയുടെ പരിസരത്ത് താമസിക്കുന്ന മിസ്കീനിനെ മുതലാളിയുടെ മുതൽ കണ്ട് കടം വാങ്ങാം. ഒരു കടം വാങ്ങണമെങ്കിൽ അതിനും ആശ്രയിക്കാവുന്ന ഒരു മാനദണ്ഡം വേണം. ഒരാളൊരു കടം വാങ്ങാൻ കുറച്ച് പൈസ കടം കൊണ്ടാന്ന് പറയാം, എപ്പോഴാ തരാൻ, കിട്ടിയെങ്കിൽ തരാൻ, അതൊരു വർത്താനല്ലേ, അതൊരു വാക്കല്ല. അങ്ങനെ കടം വാങ്ങൽ ഹറാമാണ്, അങ്ങനെ വരുന്ന അല്ലാഹു ഘട്ടത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരം ആളുകൾ ചോദിക്കാൻ വേണ്ടത്, അവനൊരിക്കലും സക്കാത്ത് വാങ്ങാൻ കടം വാങ്ങാൻ പാടില്ല. എന്നാൽ പാവപ്പെട്ടവന് കടം വാങ്ങാം. ഒരു മുതലാളിയുടെ പരിസരത്ത് താമസിക്കുന്ന ഒരു മിസ്കീൻ കൊടുക്കുകയാണെങ്കിൽ മുതലാളി പരിസരത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഈ അവകാശം ഇയാൾക്ക് ലഭിക്കും. മുതലാളിയുടെ തൊട്ടടുത്ത മിസ്കീനായ വീട്ടുകാരൻ ഇയാൾക്ക് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു സക്കാത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന അളവിന്റെ ചെറിയ അളവെങ്കിലും കണക്കാക്കിയിട്ട് അയാൾക്ക് എന്തു ചെയ്യാം? അടുത്ത കടയിൽ പോയി പറയാം, ഒരു 2 കിലോ അരി ഇങ്ങോട്ടെടുക്ക്, പൈസ എവിടെ? പൈസ ഒന്നില്ല, നാളെ ഞാനിന്റെ മുതലാളിയുടെ സക്കാത്തിന്റെ ദിവസമാണ്, മറ്റന്നാൾ അങ്ങോട്ട് എത്തിക്കും എന്ന് പറയാനുള്ള അവകാശം, എന്ന് പറയാനുള്ള ശറഈയായ മാനദണ്ഡം, കഴിവ്, അർഹത ഉണ്ട്. എന്തുകൊണ്ട്? ഇത് മുതലാളിന്റെ സക്കാത്തല്ല. ഈ അംവാലിയും ഹഖ്ഖുൻ എന്നാണ് സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അതവന്റെ ധനം ശുദ്ധീകരിക്കണമെങ്കിൽ ആ ധനത്തിന്റെ മറ്റവന് കൊടുക്കേണ്ട അളവാണ്. ഫീ അംവാലിഹിം ഹഖ്ഖുൻ, അവകാശമുണ്ട്. മആരിജിന്റെ 24-25 വചനങ്ങളിലും കാണാം, ശ്രദ്ധിക്കുക. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. വല്ലദീന, ഒരു വിഭാഗം ആളുകളാണവര്. മുഅ്മിനീങ്ങളെ എണ്ണി പറയുന്നുണ്ട് മആരിജിൽ. എന്നിട്ട് അവർ പറയുന്നു വല്ലദീന, മുഅ്മിനീങ്ങൾ ഒരു വിഭാഗമാണ്. ഫീ അംവാലിഹിം, അവരുടെ ധനങ്ങളിലുണ്ട്, ഹഖ്ഖുൻ മഅലൂം, നിർദ്ദിഷ്ട അർഹതയുണ്ട്, അവകാശമുണ്ട്. മഅലൂം, നിർദ്ദിഷ്ടമായ അർഹതയുണ്ട്. അല്ലാഹു തആല കണക്കാക്കിയ നിർദ്ദിഷ്ട അർഹതയുണ്ട്. ലിസ്സായിലി വൽ മഹ്റൂം. ലിസ്സായിലി, ചോദിച്ചു വരുന്ന ഫക്കീറിനും, വൽ മഹ്റൂം, ചോദിച്ചു വരാത്ത മിസ്കീന്മാർക്കൊക്കെയുള്ള അർഹത. ആരുടെയൊക്കെ ധനം, അതായത് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദിഷ്ട ധനങ്ങളിലൊക്കെ, നിക്ഷേപങ്ങളിലോ കച്ചവടങ്ങളിലോ ഒക്കെ ശറഈ പറയുന്ന ചില വസ്തുക്കളിലാ സക്കാത്തുള്ളത്. അതിലൊക്കെ 2.5% ആർക്കുള്ളതാണ്? പാവപ്പെട്ടവന്റെ അവകാശ. കൊല്ലം തികയുന്നതോടുകൂടെ മൊത്തം ധനത്തിന്റെ അവസ്ഥ മാറി. ഇന്നലെ വരെ മുഹറം 1-നാണ് ഒരാൾ കച്ചവടം തുടങ്ങിയിരുന്നത് എങ്കിൽ ആ കച്ചവടക്കാർ കച്ചവടം
തുടങ്ങിയ ആള് അടുത്ത ദുൽഹജ്ജ് 29 യാ 30, ചിലപ്പോ 29 ഉണ്ടാവുള്ളൂ, അല്ലെ 30. മാത്രമല്ല സക്കാത്തിനെ പരിഗണിക്കേണ്ടത് ജനുവരി ഫെബ്രുവരി എന്ന കണക്കിൽ അല്ല, മുഹറം സഫർ റബീഉൽ അവ്വൽ എന്ന കണക്കിലാണ്. ഒന്ന്, അത് ഇസ്ലാമിക കലണ്ടറാണ്. രണ്ട് ജനുവരി ഫെബ്രുവരി എന്ന കലണ്ടർ തന്നെ കളവാണ്. അതിന് അസ്തിത്വമുള്ള കലണ്ടർ പോലുമല്ല. അത് ക്രിസ്തുവിന്റെ കുരിശാഹരണവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടില്ല. ഏതൻസുകാരും ഗ്രീസുകാരും കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു കളവിലാണ് ഇന്നത്തെ ആധുനിക കലണ്ടർ പോലും നിലനിൽക്കുന്നത്. അതൊരു പച്ചക്കളവാണ്. ഒരു കളവിന്റെ അടിസ്ഥാനം മാത്രമേ അതിനുള്ളൂ. അതൊരു യാഥാർത്ഥ്യമല്ല. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ശർഈയായ കാര്യത്തിന്റെ മാനദണ്ഡം ഒരിക്കലും അത് ഒരു കളവായ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുത്. വളരെ ചിന്തിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ കണക്കാക്കേണ്ടത്. കച്ചവടം തുടങ്ങിയത് ജനുവരി 1, ഡിസംബർ 31 അങ്ങനെയല്ല കണക്കാക്കേണ്ടത്. അങ്ങനെയല്ല കണക്കാക്കേണ്ടത്. വ്യത്യാസങ്ങൾ വരും. ചന്ദ്രവർഷ കണക്കും ഇന്നത്തെ ഇംഗ്ലീഷ് വർഷക്കണക്കും തമ്മിൽ ദിവസങ്ങളിൽ വ്യത്യാസമുണ്ട്. ചന്ദ്രവർഷ കണക്കനുസരിച്ച് കണക്കാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാ വളരെ വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊല്ലം അങ്ങോട്ട്, ആ സമയം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവന് അവകാശമായി നിർദ്ദിഷ്ടമായ അവകാശം വന്നു. ഇസ്രായിന്റെ മഅാരിജിന്റെ 24-25 വചനങ്ങൾ, ഇസ്രായിന്റെ 26-ാമത്തെ ആയത്തിലും ഇത് കാണാം. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا وآت ذا القربى حقه. നിന്റെ അടുത്ത ബന്ധുവായ ആൾക്ക് ഇതിൽ അവകാശമുണ്ടെങ്കിൽ അവന്റെ അവകാശം നീ കൊടുക്കണം. വൽ മിസ്കീന, മിസ്കീനും കൊടുക്കണം അവന്റെ അവകാശം. ഹഖഹു എന്നാണ്, ഹഖഹു. അപ്പോൾ കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കച്ചവട സമ്പത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള നിക്ഷേപങ്ങളുടെ കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ദുൽഹജ്ജ് 28 വരെ 100% ഉണ്ടായിരുന്നു. ദുൽഹജ്ജ് 28, ചിലപ്പോ 29 വരെ മുഴുവനും കാര്യം എന്റേതായിരുന്നു. എന്നാൽ ആ ദിവസം അങ്ങോട്ട് പൂർത്തിയാവുന്നവരെ ഇതിന്റെ 97% മാത്രമായി എന്റേത്, 2% നാട്ടുകാരുടേതാണ്. വളരെ ചിന്തിക്കണം.